പ്രിയപ്പെട്ട മക്കളെ, 5ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ 1ാം പാർട്ടിലെ 2ാമത്തെ പാഠം അഹ്കാമുൻ നൂനി സാക്കിനത്തി വത്തൻവീൻ. ഈ പാഠം ഒരാവർത്തനമാണ്. നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചത് ഒന്നുകൊണ്ട് ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. ഇത് പഠനത്തിന്റെ ശൈലിയാണ്. മുമ്പ് പഠിച്ച ഇടക്കൊന്നിങ്ങനെ ആവർത്തിച്ചു നോക്ക്. അപ്പൊ ഒന്നും കൂടി മനസ്സിൽ ഉറച്ചു നിൽക്കാനത് കാരണമാകും. ഇവിടെ സാക്കിനായ നൂനിനും തൻവീനുമുള്ള നിയമങ്ങളാണ് നമ്മൾ ആ പഠിച്ച 5 നിയമങ്ങൾ. ഒന്ന് ഇൽഹാർ. ആ ഇൽഹാർ വരണമെങ്കിൽ സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം അംസ്, ഹ, ഐൻ, ഹ, ഓയിൻ, ഹ ഈ ഏതെങ്കിലും ഒരു അക്ഷരം വരണം. അതിന്റെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്ന എല്ലാം. ഇങ്ങനെയൊക്കെ വന്നാൽ ഇവിടെ ഈ മിന്നിനെ മണിച്ചുകൂടാ, വെളിവാക്കണം. മിൻ അഹ്ലിൽ കിതാബ് അല്ലാണ്ട് അവിടെ മിൻ അഹ്ലി ഓതിക്കൂടാ. ഖായിദൻ ഔ ഖായിമ അവിടെ അങ്ങനെ തന്നെ ഈ തൻവീനെ വെളിവാക്കണം. ശേഷം ഹംസ് വന്നു എന്നതാണ് കാരണം. ഇവിടൊക്കെ അങ്ങനെ തന്നെ സാക്കിനായ നൂന് ശേഷം ഹ വന്നു, തൻവീന് ശേഷം ഹ വന്നു. അപ്പോഴൊക്കെ ഇൽഹാർ വ്യക്തമാക്കണം. അപ്പൊ സാക്കിനായ നൂനിനെയും തൻവീനെയും വ്യക്തമാക്കണം. അവകൾക്ക് ശേഷം ഈ പറയപ്പെടുന്ന 6 അക്ഷരങ്ങൾ വന്നാൽ ഇങ്ങനെ നമുക്ക് വായിച്ചു നോക്കാം. സാക്കിനായ നൂനിനെയും തൻവീനെയും മണിക്കേണ്ട സ്ഥലം മണിക്കുക. നോക്കാം. സാക്കിനായ നൂനിന്റെ ശേഷം നൂന് വന്നു, അല്ലെങ്കിൽ തൻവീന് ശേഷം നൂന് വന്നു. ഫമിൻ നഫ്സിക് പറഞ്ഞ് ഫമിൻ നഫ്സിക്കാന്നല്ല, ഫമിൻ നഫ്സിക് യൗമഇദിൻ നാഇമ. സാക്കിനായ നൂനിന് ശേഷം നൂന് വന്നപ്പോ തൻവീന് ശേഷം നൂന് വന്നപ്പോ അത് രണ്ടും മണിച്ചു. അതുപോലെ തന്നെ വാവിന്റെ ഉദാഹരണം, മീമിന്റെ ഉദാഹരണം, യാവിന്റെ ഉദാഹരണം. അല്ലാണ്ട് അവിടെ ഒന്നും മിൻ യൗമിൽ ജുമുഅ പറ്റില്ല, ഹിസാബൻ യസീറ അങ്ങനെ പറ്റില്ല. ഇത് തെറ്റാണ്. ഇവിടൊക്കെ സാക്കിന നൂനെ ഇവിടെ മണിച്ചിട്ട് ഓതണം. ഇവിടെയും ഈ ബായിനെ ബായിന്റെ ശേഷമുള്ള തൻവീനെ മണിച്ചിട്ട് ഓതണം. അല്ലിദ്ഗാമുബിഗുന്ന മണിക്കലോട് കൂടെ ലയിപ്പിക്കുക. അപ്പൊ ഇവിടെ നൂന് യാ ആയിട്ട് മാറുന്നു, തൻവീന് യാ ആയിട്ട് മാറുന്നു. അപ്പൊ മണിക്കരോട് കൂടെ ലയിപ്പിച്ചിട്ട് ഓതുക. അത് 4 അക്ഷരങ്ങൾ, നൂന്, വാവ്, മീന്, യാവ്. ഇതൊക്കെ 4ാം ക്ലാസ്സിൽ പഠിച്ചത് ആവർത്തനം മാത്രം. പിന്നെ അല്ലിദ്ഗാമുബിഗുന്ന മണിക്കാണ്ട് ലയിപ്പിക്കാണ്ട്, മണിക്കാണ്ട് ലയിപ്പിക്കുക. തൻവീനിനെ സാക്കിനായ നൂനിനെ ശേഷമുള്ള അക്ഷരമായി ലയിപ്പിക്കും, പക്ഷെ അത് മണിക്കാൻ പാടില്ല. വമല്ലം യസ്തതിയ, വമൻ എന്ന് പറയാൻ പാടില്ല. വമല്ലം മണിക്കാൻ പാടില്ല, നൂന് പോയി ലാമായി. അഖിലല്ലമ്മ അഖിലൻ അഖിലൻ ഇല്ല, അഖിലല്ലമ്മ ഈ തൻവീന് പോയി ലാമായി. എന്ത് ചെയ്തു? ലയിപ്പിച്ചു. തൻവീന് ലാമിൽ ലയിപ്പിച്ചിട്ട് വായിച്ചു. ഇവിടെ അങ്ങനെ തന്നെ. അൽ ഹഖ് മിർ റബ്ബിക് അവിടെ മിൻ പറ്റൂല, മിർ റബ്ബിക് ശിഹാബൻ വസദ അവിടെ ശിഹാബൻ എന്ന് ഇൽഹാർ പാടില്ല, മണിക്കാനും പാടില്ല. മണിക്കാന്റെ ഈ തൻവീനെ റോ ആയിട്ട് ഉച്ചരിക്കുക. അപ്പൊ എത്ര അക്ഷരങ്ങളായി? 6, 4, 2, 12 അല്ലെ? ഇനി ഇഖ്ലാബ്. നാലാമത്തത് അൽ ഇഖ്ലാബ്. ഇഖ്ലാബിന് ഒരക്ഷരേ ഉള്ളൂ, ബ.
ഈ സാക്കിനായ നൂന് ശേഷം ബാവ് വന്നു, അല്ലെങ്കിൽ തെൻവീന് ശേഷം ബാവ് വന്നു. അങ്ങനെയൊക്കെ വന്നാൽ ആ സാക്കിനായ നൂനെയും തെൻവീനെയും മീമായിട്ട് മറച്ചിട്ട് ഉച്ചരിക്കണം. വെളിവാക്കാൻ പാടില്ല. മിൻ ബഅദി മീസാഖി, മിൻ ബഅദി മീസാഖി ഫഇമ്മാ മന്നം ബഅദു. ഉണ്ടോ? അവിടെ മറച്ച് മണിക്കുക. നൂനിനെ മീമായിട്ട് മറിച്ചിട്ട് മണിച്ചുച്ചരിക്കുക. ഇവിടെ തെൻവീനെ മീമായിട്ട് മറിച്ചിട്ട് മണിച്ചുച്ചരിക്കുക. പിന്നെ ഇനി വരാൻ പോണത് അൽ ഇഖ്ഫാ. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ നൂനിനെ തെൻവീനെ വെളിവാക്കാണ്ട് മറച്ചിങ്ങാണ്ട് ഉച്ചരിക്കുക. അപ്പൊ നമുക്ക് ഇതൊക്കെ അത് കുറെ അക്ഷരങ്ങൾ, 15 അക്ഷരം ഉണ്ടാവും. താ വന്നാവും. താവിന് ശേഷം തെൻവീൻ സാക്കിന നൂന് ശേഷം താ വന്നു, അല്ലെങ്കിൽ തെൻവീന് ശേഷം താ വന്നു. വമൻ താബ, വമൻ താബ അല്ല, വമൻ താബ ജന്നാത്തുൻ തജ്രി ഫമൻ ഫഖുലത്. അവിടെ ഫമൻ എന്ന് പറയാൻ പാടില്ല. ഫമൻ ഫഖുലത് യൗമൻ ഫഖീല, യൗമൻ യൗമൻ ഫഖീല ജീമിന്. മൻ ജാഅ ബിൽ ഹസന, മൻ എന്ന് പറയില്ല, മൻ ജാഅ, മൻ എന്ന് പറഞ്ഞുകൂടാ. അവിടൊക്കെ മറച്ചിട്ട് മണിക്കുക. എപ്പോഴാ പറഞ്ഞ മറിച്ചിട്ട് തെന്നീനെയും നൂനിനെയും മീമായിട്ട് മറിച്ചിട്ട് മണിച്ചുങ്ങാണ്ട് ഉച്ചരിക്കുക. ഇവിടെ അക്ഷരത്തെ വെളിവാക്കാൻ പാടില്ല, മണിക്കണം. ഇൽഹാർ പറഞ്ഞാല് മണിക്കാനേ പാടില്ല, വെളിവാക്കണം. ഇഖ്ഫാ പറഞ്ഞാല് മണിക്കണം, പക്ഷെ അക്ഷരം വെളിവാക്കി മണിക്കാൻ പാടില്ല. എല്ലാം അങ്ങനെ തന്നെ. ഫമൻ ഫറള, ഫമൻ ഫറള ഇലാ റബ്ബിനാ മുൻഖലിബൂൻ. അങ്ങനെ പോകും. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോ ഈ പാഠം ഒരു ഓർമ്മപ്പെടുത്തലാണ് കഴിഞ്ഞ പാഠത്തിനെ കുറിച്ചിട്ട്. അള്ളാഹു സ്വീകരിക്കണേ. അള്ളാഹ് ഞങ്ങൾക്ക് നിങ്ങളെ ഉമ്മ ഉസ്താദുമാർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ.